Okay, good morning all. Now we discuss about one topic, that is law of production. Law of production കുറിച്ചാണ് നമ്മൾ ഇന്ന് ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലോ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷന്റെ റൂൾസ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ രണ്ട് തരത്തിലാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഒന്ന് എന്ന് പറഞ്ഞാൽ ഷോർട്ട് റൺ പ്രൊഡക്ഷനും അതേപോലെ തന്നെ സെക്കൻഡ് വൺ ഈസ് ദ ലോങ് റൺ പ്രൊഡക്ഷനും. ഇൻ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഷോർട്ട് റൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ ദ കേസ് ഓഫ് എ ലോങ് റൺ എന്ന് പറഞ്ഞാൽ ലോങ് ടൈം പീരീഡ് ഉണ്ടായിരിക്കും, മോർ ദാൻ 1 ഇയർ ആയിരിക്കും ആ കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ ഇതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് നോക്കുന്നത്. അപ്പൊ ലോ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ഏതൊക്കെയാണ് ഷോർട്ട് റണ്ണിന്റെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ ഷോർട്ട് റണ്ണിൽ എങ്ങനത്തെ ഡയഗ്രംസ് ആണ്, ഏതിനെല്ലാം കൺസിഡർ ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് ഷോർട്ട് റണ്ണിന്റെ പ്രത്യേകത. അപ്പോൾ നോക്കാം, ഷോർട്ട് റൺ ഫസ്റ്റ് നോക്കാം. ഷോർട്ട് റൺ എന്ന് പറഞ്ഞാൽ അതിന് പേര് ഷോർട്ട് റൺ ഓഫ് ലോ ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ളതിലും ഉപരിയായിട്ട് വേറെ രണ്ട് പേരുകളുണ്ട്. ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺ ആൻഡ് ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ. ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺ എന്നും ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ എന്നും രണ്ട് തരത്തിലുള്ള പേരിൽ അറിയപ്പെടുന്നു. ഇനി അപ്പോൾ ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഗ്രാഫിൽ കാണാം. മെയിൻ ആയിട്ടും ഏതൊക്കെ പോയിന്റ്സുകളൊക്കെയാണ് എന്നുള്ളത് ഗ്രാഫിനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുക. അപ്പോൾ നമുക്ക് ഗ്രാഫിലൂടെയാണ് നമ്മൾ ആദ്യം തന്നെ പോകുന്നത്. അപ്പോൾ ഗ്രാഫ് വരയ്ക്കും നമ്മൾ എപ്പോഴും ആക്സസ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒ എക്സ് ആക്സിസ് ആൻഡ് ഒ വൈ ആക്സിസ്. ഒ എക്സ് ആക്സിസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് വേരിയബിൾസ് ആണ്. ഒ വൈ ആക്സിസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ഔട്ട്പുട്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് പോയിന്റ് നമ്മൾ നോട്ട് ചെയ്ത് പറയാനുള്ളത്. പിന്നീട് പറയുന്നത് what is TP, MP and AP. TP എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിന്റെ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് കോമ്പിനേഷൻ ഓഫ് ഇൻപുട്സ് ടു ബി പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഔട്ട്പുട്ട്, എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു അതാണ് സം ടോട്ടൽ ഓഫ് ഓൾ എന്ന് പറയുന്നതാണ് ടോട്ടൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓവറോൾ ദ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ദാറ്റ് എ ഫേം പ്രൊഡ്യൂസ്ഡ്, അതാണ് എ ടോട്ടൽ പ്രൊഡക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ് ഓവറോൾ ദ ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ്ഡ്. നെക്സ്റ്റ് പറയുന്നത് ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നതാണ്. ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ യൂണിറ്റ് ഓഫ് വേരിയബിൾ ഫാക്ടർ ഇൻപുട്സ്. അതായത് ഏതെല്ലാം ഇൻപുട്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതും അതോടൊപ്പം തന്നെ ടോട്ടൽ പ്രൊഡക്റ്റിന്റെയും ഒരു കമ്പാരിസൺ ആണ്, അല്ലെങ്കിൽ ഒരു ഡിവിഷൻ ആയിട്ടാണ് നമ്മൾ ഇതിനെ ആവറേജ് പ്രൊഡക്റ്റിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ആവറേജ് പ്രൊഡക്റ്റ് ഇക്വേഷൻ ആയിട്ടാണ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് എളുപ്പമുള്ളത്. അതായത് ടോട്ടൽ പ്രൊഡക്റ്റ് എത്രയാണോ മൊത്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡിവൈഡഡ് ബൈ യൂണിറ്റ് ഓഫ് വേരിയബിൾ ഇൻപുട്സ്. ഇൻപുട്സ് എപ്പോഴും എന്താണ് ഈ പറയുന്ന പ്രൊഡക്ഷൻ പ്രോസസ്സിന്റെ ഒരു ഭാഗമാണ് അല്ലെ. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ഇൻപുട്സ്, വേരിയബിൾ ഇൻപുട്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഫൈനൽ ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് രണ്ട് കാറ്റഗറി ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് വേരിയബിൾ ഓഫ് ഫാക്ടർ ഇൻപുട്സ് ആണ് ഇതിലെ ആവറേജ് പ്രൊഡക്റ്റ് കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് മാർജിനൽ പ്രൊഡക്റ്റ് ആണ്. മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ഓഫ് ഔട്ട്പുട്ട് റിസൾട്ടിങ് ഫ്രം വൺ മോർ യൂണിറ്റ് ഓഫ് എ പ്രോഡക്റ്റ് ചേഞ്ച് ഇൻ ഇൻപുട്ട്. ഇൻപുട്ടിൽ വരുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് അൺ എക്സ്ട്രീം ലെവലിൽ ഔട്ട്പുട്ടിലെ ചേഞ്ചസിന് കാരണമാക്കുന്നു. അതാണ് എന്താണ് മാർജിനൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ AP എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിനും ഒരു ഇക്വേഷൻ ഉണ്ട്. ചേഞ്ച് ഇൻ ഇൻപുട്ട് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ്. അതാണ് മെയിൻ ആയിട്ടും ഏതിൽ പറയുന്നത് മാർജിനൽ പ്രൊഡക്റ്റിൽ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഈ പറയുന്ന കാറ്റഗറി, അതായത് എന്താണ് നമ്മൾ ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്യുന്ന TP എന്താണ്, AP എന്താണ്, MP എന്താണ്, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സെക്കൻഡ് ആയിട്ട് നോട്ട് ചെയ്ത് പറയുന്ന പോയിന്റ്. അപ്പൊ മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടി നോട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നോക്കാം. ചേഞ്ച് ഇൻ ഇൻപുട്ട് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഓരോ സ്റ്റേജ് ആയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഷോർട്ട് റൺ പീരീഡിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് ആൻഡ് തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓരോ സ്റ്റേജിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസും പ്രത്യേകതകളും ഉണ്ട്.
ഇനി ഫസ്റ്റ് സ്റ്റേജിന്റെ പ്രത്യേകത നമുക്ക് അറ്റ് എ ഗ്ലാൻസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈച്ച് ആൻഡ് എവറി പ്രൊഡക്ഷൻ സ്റ്റേജസ് ആർ ഇൻക്രീസിംഗ് ട്രെൻഡ്. അതായത് ടോട്ടൽ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, മാർജിനൽ പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ഇതെല്ലാം ഇൻക്രീസിംഗ് ട്രെൻഡിനെ റെപ്രസെന്റേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേജിന്റെ പ്രത്യേകത. അപ്പോൾ അത് തന്നെയാണ് അതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് പറയുന്നത്. ഇൻ ഫസ്റ്റ് സ്റ്റേജ് TP, MP and AP increasing. So we can say that first stage is considered as an increasing return stage. അപ്പോൾ ഈ സ്റ്റേജിനെ ഇൻക്രീസിംഗ് റിട്ടേൺ എന്ന് പറയുന്ന ഒരു പേര് കൂടി നമുക്ക് അതിനെ വിളിക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്ത് വരുന്നത് സെക്കൻഡ് സ്റ്റേജ് ആണ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ആ സ്റ്റേജിന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് നടക്കുന്നത് തന്നെ MP യും AP യും ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റ് ഉണ്ട്. ദെൻ MP ഡൗൺവേർഡ്സ് ആൻഡ് അപ് ടു സീറോയിലേക്ക് എത്തുന്ന ഒരു സ്റ്റേജും കൂടി അതിൽ വരുന്നുണ്ട്. ആൻഡ് റിമൈനിങ് ദാറ്റ് AP എന്ന് പറയുന്നത് ഡിക്ലൈനിങ് സ്റ്റേജിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദെൻ ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, അതായത് TP എന്ന് പറയുന്നത് ഇൻക്രീസിങ് ട്രെൻഡ് ആയിട്ടാണ് മാക്സിമം പീക്ക് പോയിന്റിലേക്ക് നമുക്ക് എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് അന്ന് മനസ്സിലാക്കാൻ ചെയ്തത്. പക്ഷെ ആ മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, വളരെ സ്ലോ മൂവ്മെന്റ് ആയിട്ടാണ് ഇൻക്രീസിങ് ട്രെൻഡ് റെപ്രസെന്റേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനെ കുറിച്ച് പറയുവാണെങ്കിൽ, അതായത് സെക്കൻഡ് സ്റ്റേജിന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസിങ് ബട്ട് ഡിമിനിഷിംഗ് റേറ്റ്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട് പക്ഷെ വളരെ സ്ലോ മൂവ്മെന്റ് ആയിട്ടാണ് അത് ഇൻക്രീസ് ചെയ്യുന്നത്. ആൻഡ് റീച്ചസ് ഇറ്റ്സ് മാക്സിമം, അതിനുശേഷം അതെന്താണ് അറ്റ് ദ പീക്ക് ലെവലിലേക്ക് അത് എത്തുന്നു എന്നുള്ളതാണ്. ദെൻ റിമൈനിങ് ദ MP is equal to 0 and AP is considered as a diminishing trend ആയിട്ടാണ് കാണുന്നത്. So we can say that in this second stage, that is diminishing return stage ആയിട്ട് നമുക്ക് അതിനെ കാണാനായിട്ട് സാധിക്കും. ഇനി വരുന്നതാണ് ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ലാസ്റ്റ് സ്റ്റേജില് എൻറ്റയർ ദ ടോട്ടൽ പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റ്, മാർജിനൽ പ്രൊഡക്റ്റ് ഡിക്ലൈനിങ് ആണ്. ആൻഡ് ഓൾസോ MP ഈസ് എ നെഗറ്റീവ് സിറ്റുവേഷൻ. MP എന്ന് പറയുന്നത്, മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ട്രെൻഡ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ബാക്കിയുള്ള എല്ലാ പ്രൊഡക്ഷനും ഡൗൺവേർഡ് ബേസിലാണ് റെപ്രസെന്റേറ്റ് ചെയ്യുന്നത്. AP ഒരിക്കലും എന്താണ്, അത് ആവറേജ് പ്രൊഡക്റ്റ് ഒരിക്കലും അത് 0 എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് എത്തുന്നില്ല. അത് ഡൗണിങ്, ഡിമിനിഷിംഗ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ മാത്രമേ അത് വന്ന് എത്തുന്നുള്ളൂ. ഇപ്പൊ ലാസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത് തേർഡ് സ്റ്റേജിനെ റെപ്രസെന്റേറ്റ് ചെയ്യുന്നു. അതായത് ടോട്ടൽ പ്രൊഡക്റ്റ് ആൻഡ് ആവറേജ് പ്രൊഡക്റ്റ് ഈസ് എ ഡിക്ലൈൻ ആൻഡ് MP എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. സോ വി ക്യാൻ സേ ദി സ്റ്റേജ് ഈസ് എ നെഗറ്റീവ് റിട്ടേൺ സ്റ്റേജ് എന്ന് വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് ലോ ഓഫ് എ ഡിമിനിഷിംഗ് റിട്ടേൺ അല്ലെങ്കിൽ ലോ ഓഫ് എ വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നതിന്റെ എക്സ്പ്ലനേഷൻ. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അസംഷൻസ് ഓഫ് ദ ലോ. അപ്പൊ ലോ ഓഫ് ഡിമാൻഡില്, ലോ ഓഫ് പ്രൊഡക്ഷനില് അസംഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ് ഷോർട്ട് റണ്ണിന്റെ അസംഷൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തത്. ഇനി എന്താണ് അസംഷൻസ് എന്ന് പറഞ്ഞാല്, നമ്മൾ ചിന്തിക്കുകയാണ് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അസംഷനിൽ വരുന്നത്. ഏതൊക്കെ, വാട്ട് ആർ ദ കണ്ടന്റ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ അസംഷൻസ്, ദാറ്റ് ഈസ് വി ഡിസ്കസ് അബൌട്ട് 4 points are there. First point is the production technology does not change. Nowadays we know that production, each and every technology day by day update ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇൻ ദ കേസ് ഓഫ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും എന്തിനെ കൺസിഡർ ചെയ്യുന്നില്ല, ടെക്നോളജിക്കൽ ചേഞ്ചസിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതാണ് പ്രൊഡക്ഷൻ ടെക്നോളജി ഡസ് നോട്ട് ചേഞ്ച് എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് വേരിയബിൾ ഇൻപുട്ട് ഈസ് ഐഡന്റിറ്റിക്കൽ. അതായത് ഐഡന്റിക്കൽ എന്ന് പറഞ്ഞാൽ ഒരുപോലെ, സിമിലർ, ഈക്വൽ ആയിട്ടുള്ള പോയിന്റ് ആണ്. അതായത് വേരിയബിൾ ഇൻപുട്സ് എന്ന് പറയുന്നത് ഒരേപോലത്തെ ഇൻപുട്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നാണ്. ഇൻപുട്സ് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ഇൻപുട്സുകൾ ഉണ്ടായിരിക്കും, പക്ഷെ എന്താണ്, അതെല്ലാം ഒരേ രീതിയിൽ ഈക്വൽ പ്രപ്പോർഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് വേരിയബിൾ ഇൻപുട്സ് ഇൻ ഈസ് ഐഡന്റിക്കൽ, ഒരേപോലെ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓൺലി വൺ ഇൻപുട്ട് ഈസ് വേരീഡ്. ഇനി ഇൻപുട്സ് നമ്മൾ പറഞ്ഞു, നമ്പർ ഓഫ് ഇൻപുട്സ്, ലേബർ ഉണ്ടായിരിക്കാം, അതേപോലെ തന്നെ ക്യാപിറ്റൽ ഉണ്ടായിരിക്കാം. ക്യാപിറ്റൽ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഫിക്സഡ് ഇൻപുട്സിന്റെ കാറ്റഗറിയിലാണെങ്കിൽ പോലും എന്താണ്, ഈ പറയുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേരിയബിൾസ് എന്ന് പറയുന്നതിൽ ഓൺലി വൺ ഇൻപുട്ട് എന്ന് പറയുന്നത് വേരി ചെയ്യുന്നു എന്ന് അസ്യൂം ചെയ്യുകയാണ്.
അപ്പൊ അങ്ങനെ വരുമ്പോഴും എന്താണ്, അതും ഒരു അസംഷൻ ആണ്. അതിന്റെ ബേസിൽ മാത്രമാണ് നമ്മൾ ഏത് നോക്കുന്നത്, ലോ ഓഫ് എ വേരിയബിൾ പ്രപ്പോർഷൻ കൺസിഡർ ചെയ്യുന്നത്. ഇനി അടുത്ത ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ഇൻപുട്ട് ഈസ് ഇൻവിസിബിൾ എന്ന് പറയുന്നത്. ഫിക്സഡ് ഇൻപുട്സിനെ നമുക്ക് എന്താണ്, ഇറ്റ്സ് കനോട്ട് ബി സീൻ പ്രോപ്പർലി, ഇൻവിസിബിൾ, അതായത് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അതായത് മെഷീനറി ആണ് മെയിൻ ആയിട്ട് ഫിക്സഡ് ഇൻപുട്സിന്റെ കാറ്റഗറിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനെന്താണ്, ഒരു മിറാക്കിൾ സ്റ്റേജിൽ അല്ലെങ്കിൽ അതൊരു കോൺസ്റ്റന്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ അതിനെ കണക്കാക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് അസംഷൻസ് ഓഫ് ദ ലോ എന്ന് പറയുന്നത്. അടുത്തത് റീസൺസ് ഫോർ ഓപ്പറേറ്റിംഗ് ഓഫ് ദ ലോ എന്ന് പറയുന്നത്. വൈ ദ curve or why the variable proportion considered എന്നുള്ളത് റീസൺ ആണ് ഇതിൽ പറയുന്നത്. ഇനി അതിന് മെയിൻ ആയിട്ടും 3 റീസൺസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. അതിൽ ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ഇൻവിസിബിലിറ്റി ഓഫ് ഫിക്സഡ് ഇൻപുട്സ് എന്ന് പറയുന്നത്. അതായത് ഫിക്സഡ് ഇൻപുട്സിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. നമ്മൾ നേരത്തെ കണ്ടല്ലോ ഇൻവിസിബിൾ ആണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ഷോർട്ട് പീരീഡ് ആണ്, അതുകൊണ്ട് തന്നെ ടോട്ടൽ പ്രൊഡക്റ്റ്, മാർജിനൽ പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ അതിന്റെ പൊസിഷൻസിന് ഈ പറയുന്ന ചേഞ്ചസ് വരുന്നു എന്നുള്ളതിന് കാരണം. അപ്പോൾ ഇൻവിസിബിലിറ്റി ഓഫ് ഫിക്സഡ് ഇൻപുട്സ് എന്ന് പറയുന്നു. നെക്സ്റ്റ് പറയുന്നത് സ്കേഴ്സിറ്റി ഓഫ് ഫിക്സഡ് ഇൻപുട്സ്. നമുക്കറിയാം ഫിക്സഡ് ഇൻപുട്സ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും പിന്നെ മെഷീനറീസ് അതൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ വരുമ്പോഴും എന്താണ്, അതിന്റെ അവൈലബിലിറ്റി, ലാക്ക് ഓഫ് അവൈലബിലിറ്റി എന്ന് പറയുന്നത് എന്തിന് കാരണമാകുന്നുണ്ട്, ഈ പറയുന്ന വേരിയബിൾ പ്രപ്പോർഷൻ അല്ലെങ്കിൽ ഷോർട്ട് റണ്ണിൽ ഒരു റീസൺ ആയിട്ട് വരുന്നുണ്ട്. സ്കേഴ്സിറ്റി ഓഫ് ഫിക്സഡ് ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മെഷീനറീസ് പ്രോപ്പർ ആയിട്ട് റൺ ചെയ്യാനുള്ള ലേബേഴ്സ് ചിലപ്പോൾ ഇല്ലാതിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിലുള്ള മെഷീനറീസ് അവൈലബിൾ അല്ലാത്ത സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോഴും എന്താണ്, നമുക്ക് ഈ പറയുന്ന ഷോർട്ട് റണ്ണിലെ പ്രൊഡക്റ്റ് ഔട്ട്പുട്ട് കൂടുതലാക്കാനായിട്ട് സാധിക്കില്ല. ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് മെയിൻ ആയിട്ട് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടില് നമ്മൾ മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് നമ്മൾ ഐഡന്റിക്കൽ, അതായത് ഒരേപോലത്തെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ് നമ്മൾ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടില് കൺസിഡർ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാല് എന്താണ്, സെയിം ആയിട്ടുള്ള ആ പ്രൊഡക്റ്റുകൾ, ഒരേപോലത്തെയുള്ള പ്രൊഡക്റ്റുകൾ വരുന്നത് കൊണ്ടും എന്തുണ്ടാകുന്നുണ്ട്, ഈ ഷോർട്ട് റണ്ണിന്റെ ഇപ്പൊ വേരിയബിൾ പ്രപ്പോർഷൻ എന്ന് പറയുന്നതിന് കാരണമാകുന്നുണ്ട്. അപ്പൊ ഇത്രയുമാണ് 3 റീസൺസ് ആയിട്ട് എന്ത് കൺസിഡർ ചെയ്യുന്നത്, ഈ ലോ ഓഫ് അല്ലെങ്കിൽ ഷോർട്ട് റണ്ണിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ലോങ് റണ്ണിനെ റെപ്രസെന്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ലോങ് റൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ലോങ് റണ്ണിന്റെ പേര് എന്ന് പറയുമ്പോൾ ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയുന്ന പേരിലാണ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി ഈ നമ്മൾ പറഞ്ഞു ലോങ് റൺ എന്ന് പറഞ്ഞാൽ കൂടുതൽ നാളത്തേക്ക് നമ്മൾ ഇത് കൺസിഡർ ചെയ്യുന്നുണ്ട്. ലോങ് പീരീഡ് ഓഫ് ടൈമിലാണ് ഈ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഡയഗ്രമാറ്റിക്കൽ എന്ന് പറയുന്നത് കുറച്ച് വ്യത്യാസമുണ്ട്. ഇത് നിങ്ങളുടെ ബുക്കുകളിൽ സാധാരണ കാണാത്ത ഒരു ഡയഗ്രമാണ്. അതിലെ മെയിൻ ആയിട്ടും കൺസിഡർ ചെയ്യുന്നത് 3 സ്റ്റേജ് പോലെ തന്നെയാണ് കാണിക്കുന്നത്. അതായത് increasing trend, then equal, അതായത് stagnant position and then diminishing trending എന്നുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി ഓരോ സിറ്റുവേഷൻസിലും എങ്ങനെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതായത് ഇൻക്രീസിങ് ഇൻപുട്ട് 10% നമ്മൾ ഇൻക്രീസ് ചെയ്യുമ്പോഴും എക്സ്ട്രീം ലെവലിൽ അല്ലെങ്കിൽ അതിനും ഉപരിയായിട്ട് എന്ത് ഇൻക്രീസ് ചെയ്യുന്നു, ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് സ്റ്റേജിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ റേഷ്യോ അല്ലെങ്കിൽ അതിന്റെ ഡിഗ്രി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാനായിട്ട് കാരണമായിട്ട് വരുന്നത്. അപ്പോ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ 10% ഇൻക്രീസ് ഇൻ ഇൻപുട്ട് ആൻഡ് ഓൾസോ ഇൻക്രീസ് ദ 15% ഇൻക്രീസ് ഇൻ ദ ഔട്ട്പുട്ട്. സോ ഇൻക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിൽ എന്നാണ് നമ്മൾ ആ സ്റ്റേജിനെ കൺസിഡർ ചെയ്യുന്നത്. ഇനി ഈ ഇൻക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിലിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി 2 കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇൻവിസിബിലിറ്റി ഓഫ് എ ഫിക്സഡ് ഇൻപുട്ട് എന്ന് പറയുന്ന ഒരു കാറ്റഗറി. നമ്മൾ ഫസ്റ്റ് ഷോർട്ട് റണ്ണിൽ കണ്ടുന്ന 2 പോയിന്റിൽ ഒരു പോയിന്റ് ആണ് ഇൻവിസിബിലിറ്റി ഓഫ് എ ഫിക്സഡ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ഈ പീരീഡിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിക്സഡ് ഇൻപുട്സിനെ എന്താണ് മാക്സിമം ജനറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മാക്സിമം പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് സപ്പോർട്ട് ചെയ്ത് നമുക്ക് പ്രൊഡക്റ്റുകളെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ലോങ് പീരീഡിന്റെ പ്രത്യേകത നമുക്കറിയാം, കുറെ കാലം അല്ലെങ്കിൽ ലോങ് പീരീഡ് ഓഫ് ഡ്യൂറേഷൻ ആണ് അതിലുണ്ടാകുന്നത്. അപ്പൊ നമുക്ക് പ്ലാന്റ് പർച്ചേസ് ചെയ്യാനും ന്യൂ ബിൽഡിംഗ് ഫോം ചെയ്യാനും ഹൈ ക്വാളിറ്റി മെഷീനറീസ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ടൈം സ്പാൻ ഒക്കെ നമുക്ക് ആ സമയത്ത് ഉണ്ടാവും. അങ്ങനെ വെച്ചിട്ട് നമുക്ക് എന്താണ്
ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാം എന്നുള്ളതാണ്. അടുത്ത സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നുണ്ട് ഇൻക്രീസിങ് ഡിവിഷൻ ഓഫ് ലേബർ. ഈ പീരീഡിൽ നമുക്ക് എന്ത് ചെയ്യാം എന്ന് പറഞ്ഞാൽ ലേബേഴ്സിന്റെ എഫിഷ്യൻസിനനുസരിച്ച് നമുക്ക് എന്താണ് അവരെ ഡിവൈഡ് ചെയ്യാം. കൂടുതൽ എഫിഷ്യന്റ് ആയിട്ടുള്ള സ്കിൽഡ് പേഴ്സൺസിനെ അപ്പോയിന്റ് ചെയ്യാം. അവർക്ക് ട്രെയിനിങ് പ്രോഗ്രാംസ് കൊടുത്തിട്ട് അവരുടെ നിലവിലുള്ള എഫിഷ്യൻസി കൂട്ടാനായിട്ട് സാധിക്കും. ഇതെല്ലാം നമുക്ക് എന്താണ് ഈ ലോങ് റണ്ണിലെ ഈ ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് കൂടുതലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഈ സ്റ്റേജിന്റെ, അതായത് ഈ ഇൻക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിലിന്റെ പ്രത്യേകത. 2 പോയിന്റ് ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. ഇൻവിസിബിലിറ്റി ഓഫ് ഫിക്സഡ് ഇൻപുട്സിനെ നമുക്ക് കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയും അതോടൊപ്പം തന്നെ എന്താണ് ഇൻക്രീസ് ദ ഡിവിഷൻ ഓഫ് ലേബറിനെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പോയിന്റ് അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ദ ഇൻപുട്ട് ഇൻ 10%. ദർ ഈസ് എ ഈക്വൽ പ്രൊപ്പോർഷൻ ഓർ ഈക്വൽ ചേഞ്ച് ഇൻ ദ ഔട്ട്പുട്ട് ഈസ് എ 10% ഇൻക്രീസ്. അതായത് രണ്ടും ഒരേ ഈക്വൽ അനുപാതത്തിൽ തന്നെ ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിനെ പറയുന്ന പേരാണ് കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയുന്നത്. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാഗ്നന്റ് സ്റ്റഡി പൊസിഷൻ ആണ്. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് 10% ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈക്വൽ പ്രൊപ്പോർഷൻ തന്നെ ഔട്ട്പുട്ടും ഇൻക്രീസ് ചെയ്യുന്നു. അതാണ് സെക്കൻഡ് സ്റ്റേജിൽ പറയുന്നത്. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഡയഗ്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അത് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്കാണ്, താഴേക്കാണ് അതിന്റെ മൂവ്മെന്റ് വരുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ഇൻപുട്ട് 10% ഇൻക്രീസ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് 5% ഇൻക്രീസ് ചെയ്യുന്നുള്ളൂ. അവിടെ വേരിയേഷൻസ് വന്നു. നമ്മൾ ഇൻപുട്ട് 10% കൂടുതലായിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമാണ് വരുന്നത്. അതാണ് 5% എന്ന് പറയുന്ന റേറ്റിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേജിനെ നമ്മൾ എന്താണ് ഡിക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇത്രയുമാണ് ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്ന കാറ്റഗറി പറയുന്നത്. ഇത് ഒരു എസ്സേ ടോപ്പിക് ആണ്. ഇത് രണ്ടും ചോദിക്കാറുണ്ട്. അതല്ലെങ്കിൽ ലോ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന കാറ്റഗറി നിങ്ങൾ നോക്കുമ്പോൾ രണ്ടും ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആയിട്ട് ചോദിക്കാം. അതല്ല ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആയിട്ട് ഇത് ചോദിക്കാറുണ്ട്. അപ്പൊ എസ്സേ അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഈ ടോപ്പിക്കിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.